വിശ്വാസത്തിൻ വാക്കുകൾ പറഞ്ഞിടുക, യേശുവെ ഉയർത്തിയിടുക. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തയ്ക്കായി ദൈവിക പാദപീഠത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിനുള്ള എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനം നാം ഇങ്ങനെ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നടത്തിയത് പക്ഷാഭേദം, വ്യത്യസ്തമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഭേദഭാവങ്ങൾ എന്നിവ ഇന്നത്തെ സഭയ്ക്കകത്ത് അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ ദൈവസഭയ്ക്കകത്ത് നടക്കാതെ വരികയാണ്. ഇന്നലെ നാം കേട്ടതിൻ്റെ ബാക്കി ഭാഗം, രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ അത്ര തൂക്കി നോക്കുന്ന ദൈവമാണ്. സാധാരണ നമ്മുടെ ഇടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് വസ്ത്രം. ഈ അടുത്തിടയിൽ ഒരു വിവാദ വിഷയം തന്നെ നമുക്കുണ്ടായിരുന്നു, ആഭരണത്തെ പറ്റിയുള്ള. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നത് മണവാളനും മണവാട്ടിയും മണിയറ വിട്ട് ഉള്ളറ വിട്ട് പുറത്തു വരണം, എന്നിട്ട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറി ദൈവസന്നിധിയിൽ ഇരിക്കാൻ പഴയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ അകത്ത് വസ്ത്രത്തിന് പ്രാധാന്യതയില്ല എന്നുള്ളതല്ല, പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളുടെ പുറമേ പരിച്ഛേദനയേറ്റവനല്ല, അകമേ പരിച്ഛേദനയേറ്റവനാണ് യഹൂദൻ എന്ന. പുറമേ ഒരുപാട് മോടി ഭംഗി എന്ന് വേണ്ട മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ധാരാളം പ്രഹസനങ്ങൾ നമ്മൾ ചെയ്യാം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല, പ്രഹസനങ്ങളല്ല. ദൈവം ആഗ്രഹിക്കുന്നത് അകമയുള്ള ഒരു പരിച്ഛേദനയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരാം. വിശ്വാസം എന്താണ്? വിശ്വാസം, യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് സത്യത്തിൽ അനുസരണത്തെയാണ്. അതിൻ്റെ ഡെഫിനിഷനിലേക്ക് നാം വരുമ്പോൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അനുസരണമാണ്. വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അനുസരണമാണ്, ഒബീഡിയന്റ്. പലപ്പോഴും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിൻ്റെ ആ അധീനതയിലേക്ക് അല്ലെങ്കിൽ ആ അനുസരണത്തിൻ്റെ ഭാഗത്തേക്ക് വരാൻ പലരും മടിച്ചു നിൽക്കാറുണ്ട്. എല്ലാവർക്കും ക്രിസ്തുവിനെ ഇഷ്ടമാണ്, എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ വിശ്വാസത്തിൻ്റെ അടിത്തറയായ അനുസരണത്തിലേക്ക് വരാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. കർത്താവായ യേശുക്രിസ്തു പ്രധാനമായ 2 കൽപ്പനകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന്, സ്നേഹം, പരസ്പരമുള്ള സ്നേഹം. 2, സ്നാനം. ഈ 2 കാര്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു ഊന്നൽ കൊടുത്ത് പഠിപ്പിച്ചതാണ്. എന്നാൽ സ്നാനം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മളിൽ പലരും പുറകോട്ട് മാറാറാണുള്ളത്.
ഞാൻ ചെറുപ്പത്തിൽ സ്നാനപ്പെട്ടതാണ്, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരെ എനിക്കറിയാം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിസ്തുയേശുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് അനുസരണമാണ്. അപ്പം അനുസരണം ഇല്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വെറും പാഴ്വാക്കായി മാറുകയാണ്. കാരണം പിശാചിനും വിശ്വാസമുണ്ട്, ക്രിസ്തുയേശുവിൽ അവനും വിശ്വാസമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാനല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ അധീനതയിലേക്ക്, അതിൻ്റെ അധിഷ്ഠതയിലേക്ക് എത്തപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പം നിങ്ങൾ നാളിതുവരെയും ക്രിസ്തുയേശുവിനോട് ചേരുവാനുള്ള ആ സ്നാനം നിങ്ങൾ എടുത്തിട്ടില്ലേ? നാളിതുവരെയും ക്രിസ്തുവിനെ നിങ്ങൾ ധരിച്ചിട്ടില്ലേ? സ്നാനം കൊണ്ടുണ്ടാകുന്ന രണ്ട് പ്രധാന പ്രക്രിയകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. രണ്ട്, നാം ക്രിസ്തുവിനോട് ചേരുകയാണ്. ഈ രണ്ട് പ്രക്രിയയാണ് സ്നാനം എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ അധീനത, അതിൻ്റെ അധിഷ്ഠിത എന്ന് പറയുന്നത് അനുസരണമാണെങ്കിൽ കർത്താവ് പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ അനുസരിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചുണർത്തട്ടെ, നിങ്ങളുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്ന് പരിശോധിപ്പീൻ. അതുകൊണ്ടാണ് ലേഖനത്തിലും ബൈബിളിൽ നാം ആ പദം വായിക്കുന്നത്. ആകയാൽ നമ്മുടെ വിശ്വാസം എങ്ങനെ ഉണ്ട്, നമ്മൾ അനുസരിക്കുന്നവരാണോ എന്ന് നാം ഈ പകലിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ദൈവിക വിശ്വാസത്തിൽ നാം തെറ്റി ഒഴിഞ്ഞ് അനുസരണക്കേട് കാണിച്ച്, ആ യാക്കോബ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച് ഞാനും നിങ്ങളും അതിനധിഷ്ഠിതമായി ജീവിപ്പാൻ താല്പര്യപ്പെടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നാം വിശ്വാസമുള്ളവരായി, അനുസരണമുള്ളവരായി തീരുവാനാണ്. ആകയാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് വിശ്വാസവും അനുസരണമുള്ളവരായി മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഒരു ചത്ത വിശ്വാസമായി മാറും. ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം മുഴുവനെയും നാറുമാറാക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഒരു ചത്ത വിശ്വാസമല്ല നമുക്ക് ആവശ്യം. പൂർണ്ണമായ അനുസരണത്തോടെ ഒരു വിശ്വാസം നമുക്ക് ഈ പ്രഭാതത്തിൽ നേടിയെടുക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.